കോഴിക്കോട് ബീച്ച് നവീകരിച്ച് സുന്ദരമാക്കിയെങ്കിലും ബീച്ചിനോട് ചേർന്നുള്ള അക്വേറിയം എന്നും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന അക്വേറിയത്തിന്റെ കെട്ടിടം കാടുപിടിച്ച് നശിച്ചു തുടങ്ങി. 1/4 നൂറ്റാണ്ട് മുമ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് അക്വേറിയം നിർമ്മിച്ചത്. ഒരു കാലത്ത് സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമായിരുന്ന അക്വേറിയം ഇന്ന് ശൂന്യമാണ്. വിദേശത്ത് നിന്നുള്ള അപൂർവ ഇനം മത്സ്യങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടേക്ക് ആർക്കും കയറി ചെല്ലാനൊന്ന് പേടിയാകും. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന കെട്ടിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ഗേറ്റ് അടച്ച് കെട്ടിടത്തെ സംരക്ഷിക്കാനുള്ള മനസ്സ് അധികൃതർ കാണിച്ചെങ്കിലും തകർന്ന മതിലിലെ വിടവിലൂടെ ആർക്കും വളരെ എളുപ്പത്തിൽ അകത്ത് കയറാനാകും. ടൂറിസത്തിന് ഒരുപാട് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു എന്നൊരു ഭാഗത്ത് അവകാശപ്പെടുമ്പോൾ മറുവശത്ത് 95-ൽ ആരംഭിച്ചിട്ടുള്ള ഒരു അക്വേറിയം, ആ അക്വേറിയം ഏറ്റവും ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ, അതായത് അവിടെ ഒരു ഫിഷ് പോലും ഇല്ല, ടാങ്കുകൾ മാത്രം നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന ഒരു അക്വേറിയം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്ന ഒരു സങ്കേതം, അതാണ് അക്വേറിയം. ഇവിടെ നമ്മൾ ഏറെ നാൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ലയൺസ് പാർക്കിന്റെ വിഷയം. ഈ ലയൺസ് പാർക്കിൽ എത്തുന്ന കുട്ടികൾ എല്ലാവരും തന്നെ വന്ന് വിസിറ്റ് ചെയ്ത് ടിക്കറ്റ് സംവിധാനത്തിലൂടെ പോയിരുന്ന ഒരു അക്വേറിയമാണ്. ഒരു കോഴിക്കോടിന്റെ പ്രൗഢിയായിരുന്നു ഒരു കാലത്ത് ഈ ലയൺസ് പാർക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന അക്വേറിയവും. എന്നാൽ ഇന്ന് ലയൺസ് പാർക്കും ശോചനീയ അവസ്ഥയിലാണ്. കോവിഡിന് പിന്നാലെ അടച്ചുപൂട്ടിയ അക്വേറിയം 2024 ജനുവരിയിൽ നവീകരിച്ച് തുറന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ മെയ്യിൽ വീണ്ടും അക്വേറിയത്തിന് താഴ്വീണു. ഇതോടെ ബീച്ചിലെത്തുന്ന സന്ദർശകർക്ക് വിനോദത്തിനായുള്ള ഇടവും ഇല്ലാതായി. ആര്യാടൻ മുഹമ്മദ് ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കെ 1995 മെയ്യിലാണ് കാലിക്കറ്റ് അക്വേറിയം ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് സ്വകാര്യ വ്യക്തിക്ക് ടെൻഡർ നൽകിയെങ്കിലും കാലാവധി അവസാനിച്ചതോടെ അക്വേറിയം ഏറ്റെടുക്കാൻ ആളില്ലാതായി. അപൂർവമായ മത്സ്യസമ്പത്തിനെ കാണാൻ നിരവധി പേർ എത്തിയിരുന്ന DTPCയുടെ അക്വേറിയത്തിന്റെ നിലവിലെ അവസ്ഥയാണിത്. കാലഹരണപ്പെട്ട ഈ കെട്ടിടം പൊളിച്ചു നീക്കി ഇനിയെങ്കിലും ജനോപകാരപ്രദമായ മറ്റൊരു പദ്ധതി ഇവിടെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ശശികുമാറിനൊപ്പം രമ്യാദാസ്, ജനം.